മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. കലിയടങ്ങാനാവാത്ത കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും മുത്തശ്ശി അറിഞ്ഞോ? ഇവിടെ ഒരു ആഘോഷം നടക്കാൻ പോവുകയാണ്, കുഞ്ഞിന്റെ നൂലുകെട്ട്. അതിനുവേണ്ടി എല്ലാവരും തന്നെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരുത്തി പോയിട്ടുണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ കരുണ പറയുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയുണ്ട്, എൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ്. അവരെന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയാലും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും അത് ആദ്യം മൂത്ത മകന് കൊണ്ടു കൊടുക്കും. എന്നോട് അതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ കഴിച്ചോളാനാണ് പറയുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശി ആകെ സങ്കടപ്പെടുന്നു. എനിക്കെന്തായാലും മടുത്തു മുത്തശ്ശി എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ. എൻ്റെ പൊന്നുമക്കളെ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ മോളെ, എങ്ങനെയെങ്കിലും മോളൊന്ന് അവിടെ പിടിച്ചു നിൽക്കണം. അങ്ങനെ കരുണ പറയുന്നുണ്ട്, നൂലുകെട്ടെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ അവളുടെ ഭർത്താവിനൊപ്പം ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കാണാനുള്ള ശക്തി എനിക്കില്ല മുത്തശ്ശി എന്നെല്ലാം കരുണ പറയുന്നു. പിന്നീട് കരുണ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനില്ലേ അവിടെ? അച്ഛനോട് പറഞ്ഞേക്ക് എന്നെ സന്തോഷിപ്പിക്കാനുള്ള വക എന്തെങ്കിലും എനിക്ക് തന്നില്ലെങ്കിൽ ഒറ്റ മോളെ പിന്നെ കാണേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് കരുണ. പിന്നീട് മുത്തശ്ശി ഫോൺ വെച്ചതിന് ശേഷം കരുണ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ വന്ന് പ്രതാപനോട് പറയാണ്. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. നീ എന്താടാ പ്രതാപ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? നൂലുകെട്ട് ചടങ്ങും കഴിഞ്ഞ് കുഞ്ഞിനെയും മഹിയെയും കണ്ണൻ തിരിച്ചവിടേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അവിടെ നടക്കുന്ന കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ലെന്നാണ് മോള് പറഞ്ഞത്. ഇപ്പൊ തന്നെ അവൾ എച്ചിൽ നിന്നാണ് അവിടെ ജീവിക്കുന്നത്. കണ്ണൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കാനാണ് വയറ്റിലെ കുഞ്ഞിനെ ഇട്ട് നിൽക്കുന്ന നമ്മളുടെ മോളുടെ വിധി എന്നെല്ലാം പറയുന്നത് കേട്ട പ്രതാപൻ ആകെ സങ്കടപ്പെടുന്നു. ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ, ഈ നൂലുകെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അലമ്പാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് അമ്മേ. ശേഷം പ്രതാപൻ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം എൻ്റെ മോളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നടന്നേ പറ്റുമെന്ന് അങ്ങനെ പറയാണ് പ്രതാപൻ. അതുകൊണ്ട് നമ്മളിങ്ങനെ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അമ്മേ. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്നെങ്കിലും ഒരു ദിവസം നടക്കുകയുള്ളൂ എന്നെല്ലാം പ്രതാപനാണെങ്കിൽ അമ്മയുടെ ആയിട്ട് പറയുകയാണ്. ശേഷം ആ നൂലുകെട്ട് ചടങ്ങ് ആരംഭിക്കുകയാണ്. കണ്ണനും മഹിയും കുഞ്ഞിനെയും കൊണ്ട് താഴെ ഇരിക്കുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ്. എല്ലാവരും അതെല്ലാം കണ്ട് വളരെയേറെ സന്തോഷിക്കുന്നു. അങ്ങനെ ചടങ്ങ് നടക്കുന്നതിനിടെ തന്നെ അവിടേക്ക് ഒരു സ്വാമിജി എത്തുകയാണ്. സ്വാമിജിയെ കാണുന്നതോടുകൂടി കണ്ണനും മഹാലക്ഷ്മിക്കും എല്ലാവർക്കും തന്നെ വളരെ സന്തോഷമാകുന്നു. അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, നല്ലൊരു മംഗളകർമ്മം നടക്കുന്ന സമയത്ത് എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് അത് ദൈവത്തിന്റെ കൃപയാണെന്നെല്ലാം സ്വാമിജി ആണെങ്കിൽ പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, എന്തായാലും സ്വാമിജി ഇവിടെ വന്നതല്ലേ, ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിക്കണമെന്നെല്ലാം പറയുന്നത് കേട്ട സ്വാമിജി പറയുന്നുണ്ട്, കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് തരാനായിട്ട് പറയുന്നു. അങ്ങനെ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതായിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ഭസ്മം എല്ലാം തേച്ചു കൊടുക്കുകയാണ് സ്വാമി. എന്നിട്ട് പറയുന്നു, ഈ കുഞ്ഞിനും ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർക്കും ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നെല്ലാം കൂട്ടിച്ചേർക്കുന്നു. ഇതെല്ലാം കേട്ട കണ്ണനും മഹാലക്ഷ്മി വളരെയേറെ സന്തോഷിക്കുകയാണ്. ശേഷം സ്വാമിജി ആണെങ്കിൽ അവിടെ നിന്ന് പോകാനിറങ്ങുന്ന സ്വാമിജിക്ക് വളരെ നല്ലൊരു കള്ളലക്ഷണം തന്നെയാണ് ഉണ്ടാകുന്നത്. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൊട്ടുകൊടുത്ത ഭസ്മം വിഷം പുരണ്ട ഒരു ഭസ്മം തന്നെയാണ്. ഇത് ചെയ്യിപ്പിച്ചത് മറ്റാരുമല്ല, പ്രതാപൻ തന്നെയാണ്. കരുണമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രതാപൻ കണ്ടുപിടിച്ച മറ്റൊരു മാർഗമാണിത്. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡെല്ലാം വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.